എന്നാണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത് കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സമയം എന്ന് പറയുന്നത് ഭയങ്കര ചൂട്, വെയിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു സമയമാണല്ലോ. അപ്പം നമ്മൾ പുറത്തിറങ്ങിയ വെയിലത്തിറങ്ങിയ അന്നേരം കത്തിക്കരിഞ്ഞു പോകുന്നൊരവസ്ഥയാണ് അല്ലേ നമുക്കിപ്പോൾ ഉള്ളത്. അപ്പം ഞാനാണെങ്കിൽ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഒന്ന് പുറത്തൊക്കെ പോയപ്പോഴേ, അപ്പോൾ നമ്മൾ വെയിലത്ത് കുറച്ച് നേരം നമുക്ക് യാത്ര ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പം ആ ഒരു സമയത്ത് ഞാനാണെങ്കിൽ ഇവിടം വരെ കൈയുള്ളൊരു ഡ്രസ്സാണ് ഞാനിട്ടത്, ഒരു ചുരിദാറാണ് ഞാനിട്ടത് കേട്ടോ. അപ്പം തിരിച്ചു വന്നപ്പോഴത്തേനും നമ്മുടെ കൈയിൻ്റെ ഇവിടം തൊട്ട് ഇങ്ങോട്ട് വേറൊരു കളറ്, ഇതിൻ്റെ മേളിലോട്ട് വേറൊരു കളറ്, ആ ഒരു രീതിക്ക് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിക്ക് അത്രയ്ക്കും ഈ സൺ ടാൻ അടിച്ചു. അപ്പോൾ ആണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, നമ്മുടെ മുഖമൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് കെയർ ചെയ്യും, പക്ഷേ ഈ കൈയും കാലൊന്നും നമ്മൾ വലിയ മൈൻഡാക്കത്തില്ല. അപ്പോൾ ആണെങ്കിൽ ഇത് ഭയങ്കര ഒരു പ്രശ്നമാണ്. അപ്പം നമുക്ക് കറക്റ്റായിട്ട് എല്ലാവർക്കും തന്നെ മനസ്സിലാകും. പെട്ടെന്ന് എല്ലാവരും ഇത് തയ്ക്കര് അങ്ങനെ ചോദിച്ചു കേട്ടോ എന്നോട്. അപ്പോൾ ആണെങ്കിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് അങ്ങനെ ഞാനൊന്നും ചെയ്യാറൊന്നുമില്ല. ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ യൂട്യൂബിൽ ഏതോ വീഡിയോ കണ്ടപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു കമൻറ്റ് കണ്ടു, ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്, സൺ ടാൻ മാറാൻ വേണ്ടിയിട്ട് അടിപൊളിയൊരു സംഭവമുണ്ട്, ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്, ഞാൻ എപ്പോഴും എൻ്റെ പാർലറിൽ ഇത് ചെയ്ത് നോക്കാറുള്ളതാണ്, ഭയങ്കര റിസൾട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കമൻറ്റ് കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ശരിയായിരിക്കുമോ, ഭയങ്കര എളുപ്പമാണല്ലോ ഇത് ചെയ്യാൻ, അധികം വലിയ സംഭവങ്ങളൊന്നും വേണ്ട, നമുക്കത് ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കിയാലോ. ഞാനിങ്ങനെയൊന്നും ചെയ്യുന്ന ആളൊന്നുമല്ല, എനിക്കതിനുള്ള ക്ഷമയും ഇല്ല, സമയവും ഇല്ല, എനിക്ക് ക്ഷമയില്ല, അതാണ് മെയിൻ കാര്യം. അപ്പം ഞാൻ ജസ്റ്റ് വിചാരിച്ചു ഇതൊന്ന് ചെയ്ത് നോക്കിയാലോ, ഇത് വർക്കാകുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാലോ എന്ന് വിചാരിച്ചു. അപ്പം അതിന് വേണ്ടിയിട്ട് ആകെ 2-3 സംഭവങ്ങൾ നമുക്ക് ആവശ്യമുള്ളൂ. അതൊക്കെ നമ്മുടെ വീട്ടിലെല്ലാവരുടെയും വീട്ടിലുള്ള സംഭവമാണ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതാണ് ജസ്റ്റ് ഒന്ന് ചുമ്മാ ഒന്ന് നോക്കി നോക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് കാണാം. നമ്മുടെ പാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഉലുവ പൊടിച്ചതാണ് കേട്ടോ. ഇതാണെങ്കിൽ അമ്മ അവിടെ കറിക്കിടാൻ വേണ്ടിയിട്ട് പൊടിച്ച് റെഡിയാക്കി വെച്ചതാണ്. അമ്മ കാണാണ്ട് ഞാനിത് എടുത്തുകൊണ്ട് വന്ന കേട്ടോ. അമ്മ കണ്ടിട്ടുണ്ടെങ്കിൽ അന്ന് എന്നെ ഓട്ടിക്ക് വിടുന്നു. അപ്പോൾ ഇനി അടുത്തതായിട്ട് വേണ്ട എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓറഞ്ചാണ് കേട്ടോ. ഓറഞ്ച് ഇപ്പം നല്ല ഓറഞ്ചിൻ്റെ സീസൺ ആയതുകൊണ്ട് കുഴപ്പമില്ല, ഇപ്പം ഓറഞ്ചൊക്കെ നല്ലോണം കടകളിലൊക്കെ കിട്ടാൻ തുടങ്ങിയൊരു സമയമാണിപ്പം. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോഫി പൗഡറാണ് നമുക്ക് വേണ്ടത്. ഈ 3 സാധനങ്ങളുണ്ടെങ്കിൽ ഈ പാക്ക് നമുക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഈ 3 സാധനം എന്തായാലും നമുക്ക് ഒന്ന് ഒപ്പിക്കാൻ പറ്റാവുന്നതല്ലേ ഉള്ളൂ, വലിയ സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതുണ്ട്, എൻ്റെ കൈ ക്യാമറയിൽ ഇങ്ങനെ കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല കേട്ടോ. ഞാൻ എൻ്റെ ഫോണിലാണ് എടുക്കുന്നത്, അതുകൊണ്ട് കറക്റ്റ് ഇങ്ങോട്ട് മനസ്സിലാവുന്നില്ല. നല്ല രീതിക്ക് ടാനുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലാണ് ഞാനിത് ആദ്യം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുന്നത് കേട്ടോ. നമ്മൾ ആദ്യമായിട്ടല്ലേ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മുഖത്തേക്ക് നമ്മൾക്ക് ട്രൈ ചെയ്ത് നോക്കണ്ട. നിങ്ങളാണെങ്കിലും അങ്ങനെ തന്നെ ആദ്യം കയ്യിലോ അവിടെ എവിടെയെങ്കിലും നോക്കിയാൽ മതി കേട്ടോ. അപ്പം നമ്മുടെ ബൗളിലേക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ ഉലുവ പൊടിച്ചത് കുറച്ച് എടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ കയ്യിലേക്ക് മാത്രമേ തേക്കുന്നുള്ളതുകൊണ്ട് ഇച്ചിരി എടുക്കുന്നുള്ളൂ കേട്ടോ, കുറച്ച് മതി. ഇപ്പം ഞാൻ എടുത്ത അത്രയും തന്നെ വേണ്ടെന്ന് തോന്നുന്നു. അപ്പം ഇത്രയും നമ്മൾ കുറച്ച് ഉലുവ പൊടിച്ചത് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ കോഫി പൗഡറാണ് ഇടാൻ പോകുന്നത്. അതും കുറച്ച്, ഇത്രയും ഞാൻ കോഫി പൗഡറും ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് കുറച്ച് മാത്രം മതി കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ ഓറഞ്ചാണെങ്കിൽ ഓറഞ്ചിൻ്റെ നീരാണ് നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുരുവൊക്കെ ഒന്ന് മാറ്റിയിട്ടാണെങ്കിൽ നമ്മൾ ഓറഞ്ച് നീര് കുറച്ച് പിഴിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ മിക്സിയിൽ അടിച്ചെടുക്കുക, എന്തെങ്കിലും ചെയ്യുക. അപ്പോൾ ഞാനിതിനകത്ത് 2-3 നെല്ലി ഓറഞ്ച് ഇങ്ങനെ പിഴിഞ്ഞ് അതിൻ്റെ ആ ഒരു ജ്യൂസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക, കാരണം ഓവറാകാൻ പാടില്ല കേട്ടോ. ഭയങ്കരമായിട്ട് ചിലപ്പം ഓറഞ്ച് നീര് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഒഴുകിപ്പോകുന്ന പോലെയാകും. അപ്പം ആവശ്യത്തിന് ഓറഞ്ച് നീര് മാത്രം ഒഴിച്ചിട്ട് അതൊന്ന് കറക്റ്റായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. എല്ലാ സംഭവങ്ങളും നമ്മുടെ ഉലുവപ്പൊടിയും പിന്നെ കോഫി പൗഡറും നമ്മുടെ ഓറഞ്ച് നീരും എല്ലാം കൂടെ നല്ല രീതിക്കൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഞാൻ ഒഴിച്ചത് അത്രയും ലൂസാണെന്ന് തോന്നുന്നു കേട്ടോ. കുറച്ചും കൂടി ഒന്ന് ഇതായിട്ടിരിക്കുവാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. കുറച്ചൊരു ലൂസായി പോയോ എന്ന് എനിക്ക് തോന്നി, പക്ഷെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഇട്ട് നോക്കിയപ്പോൾ കുഴപ്പമില്ലായിരുന്നു.
അപ്പം ഞാനിനി എൻ്റെ ഈ കയ്യിലേക്ക് ഞാൻ ഇടാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു നമ്മുടെ ഈ ഇവിടം തൊട്ടാണ് ഞാൻ ഇടുന്നത് കേട്ടോ, മുകളിലേക്ക് ഇടുന്നില്ല. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം, ഇത് എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഇടുക കേട്ടോ, നല്ല രീതിക്ക് നല്ല വൃത്തിക്ക് എല്ലാ സ്ഥലത്തും എന്താണ് എന്നാ എല്ലാ സ്ഥലത്തും നല്ല രീതിക്ക് തേച്ചങ്ങോട്ട് പിടിപ്പിക്കുക. അത്രേ നമുക്ക് ചെയ്യാനുള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് നേരം ഇതൊന്ന് വെക്കുക കേട്ടോ. ഇതൊന്ന് ഉണങ്ങുന്ന വരെ നമ്മൾ വെക്കണം എന്നാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത്. ഒരു 10-15 മിനിറ്റ് നമ്മളിത് ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നല്ല രീതിക്ക് ഇത് ചെയ്യുന്നുണ്ട്. അമ്മ കാണാതെയാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അമ്മ കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മേൻ്റെ ഉലുവാപ്പൊടി എടുത്തെന്ന് പറഞ്ഞിട്ട് ഇവിടെ കോലാഹലം നടക്കും. അപ്പം നല്ല വൃത്തിക്ക് എല്ലായിടത്തും നമ്മളെ തേച്ച് പിടിപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ സൺ ടാൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രശ്നമാണ്. ഇപ്പം ഭയങ്കര വെയിൽ ഭയങ്കര ആയിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് പിന്നെ പണ്ടേ ഉള്ളതാണ് കേട്ടോ. ഞാനിങ്ങനെ സ്കൂളിൽ പോകുന്ന സമയത്താണെങ്കിൽ പോലും എനിക്ക് ഭയങ്കര നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് ഒരു കളറ്, വെയിലത്തിറങ്ങുമ്പോൾ പെട്ടെന്ന് നിന്ന നിപ്പിൽ ഓന്തിനെ പോലെ എൻ്റെ കളറ് മാറും കേട്ടോ. ഭയങ്കരമായിട്ട് എൻ്റെ മുഖം, എൻ്റെ സ്കിന്ന് ഭയങ്കര പെട്ടെന്ന് കരുവാളിക്കുന്ന ഒരു ഇതാണ്, പെട്ടെന്ന് എൻ്റെ കളറ് മാറും. അപ്പം പണ്ടൊക്കെ ഞാനിങ്ങനെ വിചാരിക്കും, ഇതെന്താണ് എനിക്ക് മാത്രം ഇങ്ങനെ പെട്ടെന്ന് 2 മിനിറ്റ് വെയിൽ കൊള്ളും വരത്തിന് എൻ്റെ കളറ് മാറും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്കുണ്ട്. പക്ഷെ പണ്ടൊന്നും ഇങ്ങനെ പക്ഷേ അത് നമ്മളിത് കുളിച്ച് കഴിയുമ്പോഴോ ഫേസ് വാഷ് ചെയ്ത് കഴിയുമ്പോഴൊക്കെ പോകുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സൺ ടാൻ എന്ന് പറയുന്നത് ഭയങ്കരമാണ് കേട്ടോ. നമ്മളൊന്ന് അരമണിക്കൂർ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എന്തായാലും ടാൻ അടിച്ചിരിക്കും. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ഇത്രയും നമ്മൾ ഒന്ന് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് ഡ്രൈ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് ജസ്റ്റ് കഴുകി കളയണം കേട്ടോ. അപ്പോൾ ഞാനിത് ആ ഒരു സമയത്ത് ഓരോ കോപ്രായങ്ങൾ കാണിക്കുന്നതാണ് കേട്ടോ. ഏകദേശം ഇതൊന്ന് പകുതി ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇത് വർക്കാകുമോ ഇല്ലയോ എന്നറിയാനുള്ളൊരു ആകാംക്ഷയുണ്ട്. അപ്പോൾ നമ്മുടെ ഏകദേശം ഇതൊന്ന് നല്ല വൃത്തിക്ക് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല രീതിക്ക് ഇത് ഡ്രൈ ആയിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് സമയമെടുത്തു കേട്ടോ. എനിക്കാണെങ്കിൽ ഒട്ടും ക്ഷമയില്ല, ഇത് ഇങ്ങനെ ഇരിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റിയില്ല. അപ്പോൾ ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ഇതൊന്ന് ഡ്രൈ ആക്കി ഈ ഒരു പരുവത്തിലെടുത്തത്. നമ്മളിത് വാഷ് ചെയ്ത് കളയണം എന്നാണ് പറയുന്നത്. ചുമ്മാ അങ്ങോട്ട് വാഷ് ചെയ്ത് കളയുമല്ല, നമ്മൾ ഫസ്റ്റ് ഇച്ചിരി വെള്ളം ഒഴിച്ച് നല്ലോണം ഇത് സ്ക്രബ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് സ്ക്രബ് ചെയ്ത് നമ്മൾ കഴുകണം എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാനതനുസരിച്ച് കുറച്ച് വെള്ളം എൻ്റെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് നല്ല രീതിക്ക് ഒരു 1-2 മിനിറ്റ് നമ്മൾ സ്ക്രബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ 3 ഞാനിങ്ങനെ ജസ്റ്റ് അതിൻ്റെ സ്മെല്ല് എന്നാന്നിങ്ങനെ നോക്കി കേട്ടോ. പക്ഷേ അത്ര രസമുള്ള സ്മെല്ലൊന്നും ആയിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം നമ്മുടെ ആ ഒരു ഓറഞ്ച് ജ്യൂസും ഈ കോഫി പൗഡറും കൂടെ മിക്സായിട്ട് ഒരു 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 രസമില്ലാത്തൊരു സ്മെല്ലാണ്. അങ്ങനെ ഭയങ്കര സഹിക്കാൻ പറ്റിയേലാത്ത അത്ര അങ്ങനത്തെയൊന്നുമില്ല. പക്ഷേ അങ്ങനെ കുഴപ്പമില്ലാത്തൊരു സ്മെല്ലാണ് കേട്ടോ. നല്ല ഒരു സ്മെല്ലായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. എന്ന് വെച്ച് നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു ഇതായിട്ടും തോന്നിയില്ല. അപ്പം നമ്മൾ മുഖത്തിടുവാണെങ്കിൽ നമ്മളൊന്ന് നോക്കുക കേട്ടോ. കുഴപ്പമില്ല, കുഴപ്പമുള്ള അങ്ങനെ നമുക്ക് കുഴപ്പമില്ലാത്തൊരു സ്മെല്ലാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളത് വെള്ളം വെച്ച് ഇങ്ങനെ നമ്മളത് സ്ക്രബ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുവാണ്. ഇനി നമുക്ക് ഇത് ഒരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞ് നല്ലോണം സ്ക്രബൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴുകിക്കളയാം കേട്ടോ. വെള്ളം ഒഴിച്ച് നല്ല വൃത്തിക്ക് കഴുകിക്കളയാം. അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി. ഇപ്പോൾ എനിക്കാണെങ്കിൽ ഇതിന് നഖത്തിൻ്റെ ഇടയിലൊക്കെ ഈ ഒരു കോഫി പൗഡർ കയറിയിരിക്കും കേട്ടോ. അതൊക്കെ വൃത്തിക്ക് പിന്നെ കഴുകിക്കളയുക. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി. ഞാനാണെങ്കിൽ ഇനി സ്ക്രബ് ചെയ്ത് ഇത് ചെയ്യുന്നത് കുറേ ഉണ്ടാന്ന് വിചാരിച്ച് നല്ല രീതിക്ക് അങ്ങോട്ട് സ്ക്രബ് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് കണ്ടോ, ഇതാണ് നമ്മളുടെ റിസൾട്ട്. ഇത് ഈ ക്യാമറയിൽ, എൻ്റെ ക്യാമറയിൽ ഇത് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കറക്റ്റ് നമ്മൾ തേച്ചതിൻ്റെ അവിടെ ജസ്റ്റ് ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ട് കേട്ടോ. അത് നേരിട്ട് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. എനിക്ക് ക്യാമറയിൽ കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ജസ്റ്റ് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ തിരിയും കേട്ടോ. ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ട്. ഭയങ്കര അത്ഭുതപ്പെടുത്തുന്ന റിസൾട്ട്, ഭയങ്കര നിങ്ങളെ ഞെട്ടും.
ഇതറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും എന്ന് പറയാൻ മാത്രമുള്ളതൊന്നുമില്ല. ഈ 2 കൈയും വെച്ച് നോക്കി ചെറിയൊരു വ്യത്യാസമില്ലേ ഇപ്പുറത്തെ കൈക്ക് ലെഫ്റ്റ്, അതായത് മോതിരം ഇട്ട കൈക്ക് ചെറിയൊരു വ്യത്യാസമില്ലേ. ഭയങ്കര അങ്ങോട്ട് വൈറ്റ് വാഷ് അടിച്ച പോലെ വെളുത്തിട്ടൊന്നുമില്ല, നമ്മുടെ ടാൻ പോയിട്ടൊന്നുമില്ല. പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ വീഡിയോ? ഭയങ്കരമായ വ്യത്യാസം എന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷെ നമുക്ക് കറക്റ്റ് മനസ്സിലാവും നേരിട്ട് കാണുമ്പോൾ. ഇനി വീഡിയോയിൽ കറക്റ്റായിട്ട് തിരിയുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കറക്റ്റ് നമ്മൾ തേച്ചതിൻ്റെ ഇപ്പുറത്ത് വെച്ചിട്ട് ഒരു വ്യത്യാസമുണ്ട്, അതിൻ്റെ ഇപ്പുറത്തോട്ട് വേറൊരു വ്യത്യാസമുണ്ട്. പിന്നെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. നല്ല ഒരു വ്യത്യാസമുണ്ട്. ചിലപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളി ഒരു റിസൾട്ട് കിട്ടുമായിരിക്കും. അപ്പം ഭയങ്കര അത്ഭുതം, അയ്യോ അത്ഭുതം അങ്ങനെ പറയാൻ വേണ്ടിയിട്ടൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് നമുക്ക് കറക്റ്റ് നമ്മൾ തേച്ചതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവും എന്തായാലും. അതായത് നല്ല ടാൻ ഉള്ളിടത്ത് തേച്ചാൽ നമുക്ക് മനസ്സിലാവുള്ളായിരിക്കും കറക്റ്റ് നമ്മുടെ ഒരു പക്ഷെ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. നേരിട്ട് കാണുമ്പോൾ നമുക്ക് എന്നാ പറയട്ടെ, തേച്ച കൈയും തേക്കാത്ത കൈയും നമുക്ക് മനസ്സിലാവുന്നുണ്ട്, എന്തോ ഒരു മാറ്റം ഉണ്ട്. അപ്പം ഇത് വേണ്ടവർ മാത്രം, ഇഷ്ടമുള്ളവർ വേണമെങ്കിൽ മാത്രം ട്രൈ ചെയ്യുക. ഞാനിപ്പോൾ ഫസ്റ്റ് ആദ്യമായിട്ടായതുകൊണ്ട് നമ്മൾ ഇതുവരെ ഇതൊന്നും യൂസ് ചെയ്തിട്ടില്ലാത്ത, അപ്പോൾ അത് എൻ്റെ മുഖത്ത് അധികം ടാൻ ഇല്ല താനും. അതുകൊണ്ട് പിന്നെ നമ്മൾ ആദ്യമേ കാണുന്ന ഒരു സാധനം കയറി വാരി മുഖത്ത് തേക്കുന്നതിനെക്കാട്ടി നല്ലത് കയ്യിലോ എവിടെയെങ്കിലും തൂത്ത് നോക്കിയിട്ട് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ തേക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വേണമെങ്കിൽ ഇഷ്ടമുള്ളവർ മാത്രം വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം, നോക്കാതിരിക്കാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.